മാക്ബിഗ്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഫംഗ്ഷൻ, അതിലേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കൊരു മുന്നേ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്ത് നോക്കാം. കോമൺലി എല്ലാവരും പഠിക്കുന്ന ടൈമിൽ നോക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 5 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 അതായിരിക്കും ആ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ 120. അതേപോലെ 1 മുതൽ ആ നമ്പർ വരെയുള്ള എല്ലാ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ആ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. വിഷ്വൽ സ്റ്റുഡിയോ ചെയ്യുന്ന. അപ്പോൾ ആദ്യം ഞാൻ ഒരു നമ്പർ യൂസറിൽ നിന്ന് മേടിക്കാം. ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് enter a number to find the factorial. Okay. നമ്പർ ഞാനിവിടെ ഒരു വേരിയബിളിനകത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണ്, ഒരു ഫങ്ഷൻ കോൾ ചെയ്യാണ്. ഫൈൻഡ് ഫാക്ടോറിയൽ ഒരു ഫങ്ഷനകത്തേക്ക് ഈ നമ്പറിനെ ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയല്ല ഒരു ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. ഈ ഫങ്ഷൻ നമ്മൾ എഴുതിയിട്ടില്ല, ഫങ്ഷൻ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് വേണ്ടത്. ഫാക്ടോറിയൽ ഈക്വൽ ടു പ്രിൻ്റ് ചെയ്യാം, പ്രിൻ്റ് ഓഫ് ഫാക്ടോറിയൽ ഓഫ് നമ്പർ ഈസ് ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഫൈൻഡ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഏതോ, അതായത് ഒരു നമ്പർ നമ്മൾ റിസീവ് ചെയ്യുന്നു. ഈ ഫംഗ്ഷനകത്തേക്ക് നമ്മൾ ആ ഒരു പാരാമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ആ നമ്പർ കൊടുക്കുന്നു. ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ നമുക്ക് ആ ഫംഗ്ഷൻ തിരിച്ചു തരുന്നു, അതിനെ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഫംഗ്ഷൻ എഴുതണം. ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് മേലെ എഴുതാം df, ഇതിനകത്തേക്ക് ഒരു നമ്പർ xn എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക. അപ്പോൾ ഈ ഇതിനകത്തേക്ക് ആ നമ്പർ ഇവിടെ വരും. ഓക്കെ, ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാട്ടിൽ വലുതാണെങ്കിൽ മാത്രം നമുക്കത് ഫാക്ടോറിയൽ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒന്നിനേക്കാട്ടിൽ വലുതാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഡ് റൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫാക്ടോറിയൽ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഒരു നമ്പറിൻ്റെ 1 മുതൽ ആ നമ്പർ വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് for I in range of, ഈ ലൂപ്പ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ 5 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ, ഈ ഇൻപുട്ടായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 5 ആണെങ്കിൽ ഇവിടെ എത്തുന്ന നമ്പർ 5 ആയിരിക്കും. ഇവിടെ 5 + 1 കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് 1 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 1 മുതലല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് 0 വേണ്ട. 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് 0 ആയിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ 0 കൊടുക്കുന്നില്ല, 1 മുതൽ കൊടുക്കുന്നു. അപ്പോൾ 1,5 എന്നാണ് അതിൻ്റെ മീനിങ്. എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, 1 മുതൽ 1, 2, 3, 4 എലമെൻറ്റ്സ് ഉള്ള, അതായത് റേഞ്ച് നോക്കിയവർക്കറിയാം. ഇപ്പോൾ നമ്മൾ n എന്ന് മാത്രം കൊടുക്കുന്നെങ്കിൽ ടോട്ടലി 5 എലമെൻറ്റ്സ് 0 മുതൽ 4 വരെയുള്ള
5 എലമെൻറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവുക. അപ്പോൾ 1,5 എന്നാണ് കൊടുക്കുന്നെങ്കിൽ 1 മുതൽ 4 വരെയുള്ള 4 എലമെൻറ്റ്സ് ആയിരിക്കും ഇതിനകത്തുണ്ടാവുക. അപ്പോൾ +1 കൊടുക്കുന്നതോടുകൂടി അത് 5 വരെ ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 മുതൽ 5 വരെയാണ്. ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ഓഫ് I റൺ ചെയ്യുന്നുണ്ട്. 5 കൊടുത്തു. സോറി, n+1 ആണ് കേട്ടോ, n+5 അല്ല. ഓക്കെ, അപ്പോൾ 1 മുതൽ 5 വരെയുള്ള 5 എലമെൻറ്റ്സ് നമുക്കിവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ടെമ്പ് ഈക്വൽ ടു എന്തെങ്കിലും പേര് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ടെമ്പ് എന്ന് പറഞ്ഞ് കൊടുത്തെന്നുള്ളൂ. ടെമ്പററി വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് ഞാനൊരു 1 ഇവിടെ കൊടുത്തു. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ടെമ്പററി വേരിയബിൾ ഈക്വൽ ടു ടെമ്പററി വേരിയബിൾ ഇൻറ്റു ടെമ്പ് ഇൻറ്റു I. ഓക്കെ, എന്നിട്ട് ഈ ഫംഗ്ഷൻ ഇത്ര ആവശ്യമുള്ളൂ. എന്നിട്ട് ഈ ഒരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ടെമ്പററി വേരിയബിൾ ആയിരിക്കും. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 5 കൊടുത്തു. ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120 അല്ലേ? 5 ഈസ് 120. 5ൻ്റെ ഫാക്ടോറിയൽ 120 ആണ്. അപ്പോൾ എങ്ങനെ വർക്കായത്? ആദ്യത്തെ ഐറ്ററേഷനിൽ ഐക്കകത്ത് 1 വരും അല്ലേ? ടെമ്പററി വേരിയബിൾ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ആദ്യത്തെ ഐറ്ററേഷനിൽ ഐക്കകത്തേക്ക് 1 വരും. ഫസ്റ്റ് ഐറ്ററേഷനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താ? ടെമ്പ് ഇൻറ്റു I, അതായത് 1 ഇൻറ്റു 1, ഈ ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. എന്നിട്ട് അതെവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു? ടെമ്പിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് ഇൻറ്റു I, ഞാൻ ടെമ്പിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. അടുത്ത ഐറ്ററേഷനിൽ ഐക്കകത്ത് 2 വരും. ടെമ്പിനകത്ത് എന്താ ഉള്ളത്? 1. അപ്പോൾ 1 ഇൻറ്റു 2 അല്ലേ? ഈ ആൻസർ നമുക്ക് 2 കിട്ടും. 2 ടെമ്പിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അടുത്ത ഐറ്ററേഷനിൽ ഇതിൽ 3 കിട്ടും. ഇവിടെ ചെയ്യാൻ പോകുന്നത് 3 ഇൻറ്റു 2 സെക്കൻഡ്. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ വന്നാണ്, നമുക്കൊന്നുകൂടെ നോക്കാം. അതായത് ഫസ്റ്റത്തെ ഐറ്ററേഷനിൽ ഐക്കകത്ത് വരുന്നത് 1 ആണ്. അതേപോലെ ടെമ്പിനകത്തുള്ളത് 1 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്ററേഷനിൽ നമ്മൾ ചെയ്യുന്നത് ടെമ്പ് ഇൻറ്റു 1 ആണ്. ഓക്കെ, ഫസ്റ്റത്തെ ഐറ്ററേഷനിൽ നടക്കുന്നത് ടെമ്പ് ഇൻറ്റു 1, അതായത് ടെമ്പിനകത്ത് 1 ഉണ്ട്, ഐക്കകത്തും 1 വരുന്നു. അപ്പോൾ ടെമ്പ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 ഈക്വൽ ടു 1. അത് നേരെ ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു, ടെമ്പററി വേരിയബിളിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ ഫസ്റ്റ് ഐറ്ററേഷൻ കഴിയുമ്പോഴേക്കും 1 ആയി. മാറ്റമൊന്നുമില്ല, സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ അടുത്ത ഐറ്ററേഷനിൽ ഐയുടെ വാല്യൂ 2 വരും അല്ലേ? അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ 1 വരും. അപ്പോൾ ടെമ്പ് ഇൻറ്റു I എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഈക്വൽ ടു 2. ടെമ്പിനകത്തേക്ക് എന്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു? 1 മാറ്റിയിട്ട് 2 സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു ടെമ്പിനകത്തേക്ക്. ഓക്കെ, ടെമ്പിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഐറ്ററേഷൻ കഴിയുമ്പോഴേക്കും 2 ആയി മാറും. അടുത്ത ഐറ്ററേഷനിൽ ഐയുടെ വാല്യൂ 3 ആയിരിക്കും. ടെമ്പററി വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്? ടെമ്പിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 6 വരും. ആ 6നെ അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, ടെമ്പററി വേരിയബിളിനകത്തേക്ക് 6നെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, ടെമ്പററി വേരിയബിളിനകത്തേക്ക് 6നെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അടുത്ത ഐറ്ററേഷനിൽ 6 ഇൻറ്റു ഐക്കകത്ത് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആയിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആയിരിക്കും. ഓക്കെ, അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ
അത്ര വട്ടം ഈ ടെമ്പററി വേരിയബിൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനെ i വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിൻ്റെ റിസൾട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ലാസ്റ്റ് ഈ ഫോർ ലൂപ്പ് എല്ലാം ഫിനിഷ് ചെയ്യുന്ന ടൈമിൽ ആ ടെമ്പററി വേരിയബിൾ റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് എവിടെയാണോ അവിടെ കിട്ടും. അതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് യൂസറിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് വേറൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഫങ്ഷൻസിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. പേരാണ് റിക്കേർഷൻ എന്ന് പറയും. റിക്കേർഷൻ. അപ്പോൾ റിക്കേർഷൻ എന്താണ്? റിക്കേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫങ്ഷൻ ആ ഫങ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഒരുപാട് വട്ടം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയും നേരം. ഇനി നമുക്ക് വേണമെങ്കിൽ ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ഒരേ കാര്യം വീണ്ടും വീണ്ടും നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റിക്കേർഷൻ. അതായത് എ ഫങ്ഷൻ ഈസ് കോളിങ് ഇറ്റ് സെൽഫ്, അതിനെ നമ്മൾ റിക്കേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഫങ്ഷൻ df എക്സാമ്പിൾ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ഫങ്ഷനകത്ത് ഞാൻ എന്തെങ്കിലും പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് പൈത്തോൺ എന്ന് പറഞ്ഞ് ഞാൻ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫങ്ഷൻ കോൾ ചെയ്യാം. എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതിവിടെ റൺ ആയിട്ടുണ്ട് അല്ലേ, പ്രിൻ്റ് ആയിട്ടുണ്ട്. പൈത്തൺ എന്നുള്ള ഈ ഒരു സെൻറ്റൻസ്, ഈ ഒരു വേർഡ്, ആ 3 ഡോട്ട്സ് എല്ലാം ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫങ്ഷനെ തന്നെ കോൾ ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫങ്ഷൻ എത്ര വട്ടം റൺ ആവും? ആദ്യം ഞാനിവിടെ എക്സാമ്പിൾ വിളിച്ചു. എക്സാമ്പിൾ വിളിക്കുന്ന ടൈമിൽ നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെ എത്തും. ഇതിനകത്ത് എത്തുന്നു, ഇത് പ്രിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷൻ വിളിക്കുന്നു. വീണ്ടും ഇവിടെ എത്തുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, എക്സാമ്പിളിനെ വിളിക്കുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ എത്തുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, എക്സാമ്പിളിനെ വിളിക്കുന്നു. അങ്ങനെ ഈ ഒരു ലൂപ്പ് നടന്നുകൊണ്ടേയിരിക്കും. എത്ര വട്ടം നടക്കും? ബേസിക്കലി അതൊരു ഇൻഫൈനൈറ്റ് ടൈം. നമ്മുടെ റാമും കാര്യങ്ങളെല്ലാം ഫില്ലായി, ഇത് ബ്രേക്കായി, സിസ്റ്റം ഡൗൺ ആവുന്നവരെ ഈ ഒരു കോൾ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, മേലേക്ക് പോയാൽ അറിയാം ഇത് ഒരുപാട് വട്ടം പൈത്തൺ എന്നുള്ള പ്രിൻ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ഓക്കെ, ലാസ്റ്റ് വെച്ചിട്ട് എറർ സംഭവിച്ചു. റിക്കേർഷൻ എറർ. മാക്സിമം റിക്കേർഷൻ ഡെപ്ത് എക്സീഡഡ് വൈൽ കാളിംഗ് പൈത്തൺ ഒബ്ജക്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ലിമിറ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും പൈത്തൺ റിക്കേർഷന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഇത്ര വട്ടം കോൾ ചെയ്താൽ മതി എന്നുള്ള കാര്യത്തിൽ പൈത്തൺ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാ ഡിഫോൾട്ട് റിക്കേർഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 1000 ടൈംസ് ആണ്. 1000 വട്ടമായിരിക്കും ഇത് റിക്കേർഷൻ നടക്കുക. ഒരു ഫംഗ്ഷൻ്റെ റിക്കേർഷൻ നടക്കുന്നത് 1000 വട്ടമായിരിക്കും. ഓക്കെ, ബൈ ഡിഫോൾട്ട് അതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാമർ ഇൻറ്റൻഷനലി അല്ലാതെ തന്നെ റിക്കേർഷൻ അയാളവിടെ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ അയാൾ അറിയാതെ അവിടെ ഫംഗ്ഷൻ വിളിച്ചു. അങ്ങനത്തെ ഒരു ടൈമിൽ അയാളുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ്. അടുത്ത ടൈമിൽ സിസ്റ്റം ഡൗൺ ആയി പോകാൻ പാടില്ല എന്നുള്ളൊരു ലിമിറ്റിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി നമ്മൾ ലിമിറ്റ് വെച്ചിട്ടുള്ളത്. പൈത്തൺ അതിന് വേണ്ടി ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ളത്, ഡിഫോൾട്ട് ലിമിറ്റ്. അപ്പോൾ ആണെങ്കിൽ നമുക്ക് ആ ലിമിറ്റ് ഒഴിവാക്കി വിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈത്തൻ്റെ ഒരു പാക്കേജിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. പൈത്തൻ്റെ ഒരു ഡിഫോൾട്ട് പാക്കേജിനെ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് ലിമിറ്റിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ 1000 ആണ് ലിമിറ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് റിക്കേർഷൻ ചെയ്യുന്ന ടൈമിൽ 1000 നിൽക്കേണ്ട, 2000 നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പൈത്തൺ പാക്കേജ് യൂസ് ചെയ്തിട്ട് എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പൈത്തൺ പാക്കേജ്, അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാവുന്നല്ലേ. ഇപ്പോൾ പൈത്തൺ ഒരുപാട് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് തരുന്നുണ്ട് അല്ലേ. പ്രിൻ്റ് ഒരു ഫംഗ്ഷനാണ്, സം ഒരു ഫംഗ്ഷനാണ്, ലെങ്ത് ഒരു ലെൻ ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയുള്ള ഫങ്ഷൻസ് തരുന്ന പോലെ തന്നെ പൈത്തൺ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പാക്കേജസും കൂടെ നമുക്ക് തരും. ഒരുപാട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പാക്കേജുകൾ നമുക്ക് തരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരുപാട് കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ
അങ്ങനത്തെ ഒരു പാക്കേജാണ് സിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജ്, SYS. നമ്മൾ ഒരുപാട് പാക്കേജ് നമുക്ക് പരിചയപ്പെടും വരുന്ന ടൈമിൽ. ജാങ്കോക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് പാക്കേജുകളും കാര്യങ്ങളും പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നിങ്ങൾ പൈത്തണിൽ വരുന്ന ഒരു ഫസ്റ്റ് പാക്കേജ് ആയിക്കോട്ടെ. അപ്പോൾ പൈത്തണിലൊരു പാക്കേജിനെ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് സിസ്, ഇതാണ് നമ്മുടെ പാക്കേജ് നെയിം. ഈ പാക്കേജിന് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പൈത്തണിലൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇമ്പോർട്ട് സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ്. ഇനി നമുക്ക് ഈ റിക്കേഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ് ഡോട്ട് സെറ്റ് റിക്കേഷൻ ലിമിറ്റ്, ഇവിടെയുണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്തേക്ക് അതിൻ്റെ പാരാമീറ്ററായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ബിറ്റാണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. നമ്മൾ 2000 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെയ്താൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ റിക്കേഷൻ ലിമിറ്റ് 1000 നിന്ന് മാറിയിട്ട് അത് 2000ലേക്ക് മാറിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്കേഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാൽ പാക്കേജ്. ഈ പാക്കേജിൽ നിന്ന് നമ്മൾ സെറ്റ് റിക്കേഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം.